ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി യോഗവും ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇൻചാർജുമാരുടെ യോഗവും ഇന്ന് കാലത്ത് മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യോഗം ആദരണീയനായിട്ടുള്ള പ്രഭാരി ശ്രീ പ്രകാശ് ജാവ്ദേക്കർജിയാണ് ഉദ്ഘാടനം ചെയ്തത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കുകയും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ സമഗ്രമായി വിലയിരുത്തുകയും ചെയ്തു. വളരെ ആവേശകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. കേരളത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്തുണ്ടാകുമെന്നുള്ള പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് താഴെ തലത്തിൽ, ബൂത്ത് തലത്തിൽ പാർട്ടി പ്രവർത്തകരിൽ നിന്നും അനുഭാവികളിൽ നിന്നും സമാഹരിച്ച് ഇന്നിവിടെ ചർച്ച ചെയ്തത്. കേരളത്തിൽ ഇതാദ്യമായി ശ്രീ നരേന്ദ്രമോദിജിക്ക് അനുകൂലമായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിൽ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ 26-ന് അവസാനിച്ചത്. മോദിയുടെ ഗ്യാരണ്ടി ഇത്തവണ ഞങ്ങൾ പ്രധാനമായും മുന്നോട്ട് വച്ച മോദിയുടെ ഗ്യാരണ്ടിക്ക് ഇത്തവണ കൂട്ടത്തോടെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇരു മുന്നണികളുടെയും വിഭജന രാഷ്ട്രീയം, LDFന്റെയും UDFന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കാൻ പോകുന്നത്. BJPക്ക് വിജയപ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലങ്ങളിലെല്ലാം ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്നും, താഴെ തലത്തെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. NDA കേരളത്തിൽ നല്ല സംഖ്യയിൽ അക്കൗണ്ട് തുറക്കും. നല്ല നിലയിൽ വിജയം, മോദിക്ക് അനുകൂലമായിട്ടുള്ള വിജയം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് കേരളം പിന്തുണ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇത്തവണ ഉണ്ടാവും. എതിർ രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും എല്ലാ കുപ്രചാരണങ്ങളും ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. BJP അവസാന നിമിഷം വരെ പരാജയപ്പെടുത്താൻ വേണ്ടി കള്ളക്കഥകൾ മെനഞ്ഞവർക്കും വ്യാജ പ്രചരണങ്ങൾ നടത്തിയവർക്കും തിരിച്ചടി നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമായിട്ട് കേരളത്തിൽ വരുന്നത്. വലിയ തോതിൽ NDA വിജയം തടസ്സപ്പെടുത്താൻ ഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ നടന്നു. നുണപ്രചാരണങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു ഒരു മാസക്കാലം കേരളത്തിലുടനീളം ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും ഏതാനും മാധ്യമങ്ങളും നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം വരെ കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് കണക്കുകൾ നിരത്തി വാർത്തകൾ കൊടുത്ത പല ആളുകളും തെരഞ്ഞെടുപ്പ് കാലത്ത് പുതിയ കള്ളക്കഥകളുമായിട്ട് കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള കള്ളക്കഥകളുമായിട്ട് രംഗത്ത് വന്നതുൾപ്പെടെ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. എന്തായാലും അതൊന്നും ജനങ്ങൾ ഏറ്റെടുത്തില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മോദിജിക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം കേരളത്തിൽ നടത്തി. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കൃത്യമായ രാഷ്ട്രീയ മാർഗനിർദ്ദേശം ജനങ്ങൾ തന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന കേരളം ഇരു മുന്നണികളുടെയും നേതൃത്വത്തിൽ ധ്രുവീകരിക്കപ്പെട്ട രാഷ്ട്രീയമല്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്, ഭാരതീയ ജനതാ പാർട്ടിക്ക് മേൽക്കൈയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ വരുന്നു എന്നുള്ള കൃത്യമായ സൂചന ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. മുന്നോട്ട് പോകാനുള്ള ആവേശവും പ്രേരണയും നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാവുക. ജൂൺ 4 കേരളത്തിലെ BJP NDA പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് വക നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അല്ല, ഞങ്ങള് നല്ല സംഖ്യയിൽ ഇത്തവണ ജയിക്കും. ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന എല്ലാ സീറ്റുകളിലും വിജയപ്രതീക്ഷയുണ്ട്. നല്ല മുന്നേറ്റം നടത്താൻ സാധിക്കും. ഉറച്ച മണ്ഡലങ്ങളായിട്ട് ഏതാനും മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിക്കും. ശക്തമായ അടിയൊഴുക്കുകൾ നടന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്. അതിപ്പോ ശരിയായോ? 2019
രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞ് അച്ച് നിരത്തിയ ആളുകൾ ഇവിടെ ഉണ്ട്. പ്രധാനമന്ത്രിയായോ? അതുകൊണ്ട് കോൺഗ്രസിന്റെ അവകാശവാദം ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്തതുകൊണ്ട് എല്ലാ തവണയും ചക്ക വീണാൽ മുയൽ ചാവുമെന്ന് കോൺഗ്രസ് വിചാരിക്കേണ്ട. കോൺഗ്രസിന് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. കോൺഗ്രസിന്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പല മണ്ഡലങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കും, ഒരു സംശയമില്ല. കോൺഗ്രസിന്റെ പല വൻ തോക്കുകളും കൊലകൊമ്പന്മാരും ദേശീയ തലത്തിലെ പല പ്രമുഖരും കാലിടറി വീഴുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കാണാം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 100% വിജയിക്കും. പിന്നെന്താണ് തരൂർ തോറ്റ് തുന്നം പാടും ഈ തെരഞ്ഞെടുപ്പ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഓരോ മണ്ഡലം ചോദിച്ചോളൂ. ഞാൻ ഒരു മണ്ഡലം പറഞ്ഞില്ല. 20 മണ്ഡലങ്ങളിലും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിച്ചത്. എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ട് ഓരോ മണ്ഡലം ചോദിച്ചാൽ എല്ലാ മണ്ഡലങ്ങളും പിന്നെ വോട്ടെണ്ണേണ്ട ആവശ്യമില്ലല്ലോ. കോൺഗ്രസ് 20 സീറ്റും ജയിക്കുന്നത് അതിശയോക്തിപരമാണ്. അവര് രാഹുൽ ഗാന്ധി പണ്ട് പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞതുപോലുള്ള വഞ്ചനയാണ്. ഇനി തോറ്റിട്ടും എന്തിനാണ് ജനങ്ങളെ വഞ്ചിക്കുന്നത്? അല്ല, പറഞ്ഞിട്ടുണ്ടല്ലോ 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നിങ്ങൾ പറഞ്ഞു ഹം ദോ ഹമാരേ ദോ. ഞങ്ങൾക്ക് 300 എത്ര സീറ്റാ? BJPക്ക് മാത്രം 303 സീറ്റുണ്ട്. ഈ പ്രാവശ്യം 400 സീറ്റ് മോദി പറഞ്ഞിരിക്കുന്നു. കേരളത്തിലല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് വന്നത്. പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ തന്നെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് ഈ മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ മത്സരം നടന്നിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ. ഈ പ്രാവശ്യം അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്തേക്ക് പോയിരിക്കാം. 2 സീറ്റിലൊന്നും പരിമിതപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഞങ്ങള് അതിൽ കൂടുതൽ സീറ്റുകളിൽ ജയിക്കും. അല്ല, അങ്ങനെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു? നിങ്ങൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞ് എന്തെല്ലാം അച്ച് നിരത്തി. നിങ്ങൾ നിരത്തിയ അച്ഛനോളം ആ അച്ചൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളൊക്കെ അച്ച് നിരത്തിയത് മുഴുവൻ സത്യമായിരുന്നെങ്കിൽ കേരളം ഇവിടെ ഉണ്ടാവുമായിരുന്നു BJP. അതുകൊണ്ട് ആ കണക്കിനെ പറ്റി ഇങ്ങോട്ട് ചോദിക്കേണ്ട. നിങ്ങൾ പറഞ്ഞ പിന്നെ വാദമുഖങ്ങൾ, ഉത്തർപ്രദേശിൽ മോദി വിറയ്ക്കുന്നു, ഗുജറാത്തിൽ അമിത്ഷായുടെ കാലിടറുന്നു, എന്തെല്ലാം നുണപ്രചരണം നിങ്ങൾ നടത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ നടത്തിയില്ലേ? അതിനൊന്നും മറുപടി നിങ്ങൾ പറയേണ്ടി വരും. വോട്ട് ഷെയർ നല്ല നിലയിൽ വർദ്ധിക്കും. അതിന് മുകളിൽ പോകും. 4 ജൂൺ 4 ജൂൺ വയനാട്ടിലും നല്ല മുന്നേറ്റം ഉണ്ടാവും. അല്ല, നിങ്ങൾ 4-ാം തീയതി വോട്ട് പൊട്ടിക്കുമ്പോൾ അറിയാം. അദ്ദേഹം പറഞ്ഞല്ലോ 4-ാം തീയതി പൊട്ടിക്കുമ്പോൾ അറിയാം NDAക്ക് വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ട്. I'll ask you one minute. Can I ask you one question? Now the elections are over. Whatever we speak or whatever you write will not impact Kerala voters, correct? Now it is over. So let us have plain truth. Fact remains that you must have also felt growing influence of BJP, new support for BJP. Many CPM voters and many Congress voters have voted first time for BJP. I hope that you have seen the sun rising is not DMK, it is BJP rising. That you have seen. And I will tell you only one sentence which may interest you. In South India, BJP will have the largest number of MPs in South India. Again I will repeat. BJP will have largest number of MPs in South India, including Karnataka, Andhra, Telangana, Kerala, Tamil Nadu, Andaman, Puducherry and Lakshadweep. All put together, we will be the party with largest number of MPs. That is what is going to happen. And all India also, we will achieve our 400 target, 370 for BJP and 400 for NDA. That also we are getting. And now, in Kerala at least, I hope that media also will realize that finally on 4th June,
when Modi becomes third time PM, that you will have to write. Everybody will have to write. And therefore, I think let us be practical. I am very sure with this meeting I can say that what I was saying and what Surendran also told, from first day, 15 months before, I used to say that after seeing the constituencies, we are winning at least 5. And I am also confirming today, yes, we will win at least 5 seats in Kerala. Modi ji has made a difference to Kerala politics. Kerala politics for 75 years was bipolar politics. Now, this is tripolar politics. That's a major change that has happened. Thank you for bearing with me. Oh, you continue. Huh? 5 seats in Kerala. That I have already said 15 months. Anybody asking, every interview you see, I have said the same thing. Controversies regarding Dalal Nandakumar will affect the possibilities of BJP. We are not. I don't know. I don't regard. You are giving importance like Pinarayi Vijayan saying something or something Sudhakaran saying, Sadishan saying, and somebody else saying. You are giving equal thing. Weightage I don't. And voters don't. ബിജെപിയിലേക്ക് പല പാർട്ടികളിൽ നിന്നും നേതാക്കളെ കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകളെ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു. പക്ഷെ അതിങ്ങനെ ഒരു ചർച്ച വന്നതോടുകൂടി അതെല്ലാം പൊളിഞ്ഞു പോയി എന്നുള്ളത്. അല്ല, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ബോധപൂർവം UDF ഉണ്ടാക്കിയ ചില നാടകങ്ങളാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് അസലായിട്ട് മനസ്സിലാവും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലിൽ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും BJPക്ക് വിജയസാധ്യതയുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിൽ UDF നേതൃത്വം നടത്തിയിട്ടുള്ള ചില നീക്കങ്ങളാണ്. നിർഭാഗ്യവശാൽ നിങ്ങളിൽ ചിലരും അതിൽ പങ്കാളികളായി. പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, പച്ചക്കള്ളം. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം. ഇങ്ങനെയൊക്കെയുള്ള പൊടുന്നനെ ഉണ്ടാവുന്ന വെളിപ്പെടുത്തലുകളൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ജനങ്ങൾക്കുണ്ട്. 15 വർഷം മുമ്പുള്ള കാര്യം അനിൽ ആന്റണിയുടെ പേര് പറഞ്ഞ ഒരാൾ പിറ്റേ ദിവസം പ്രത്യക്ഷപ്പെടുകയാണ്. 15 വർഷം എവിടെയായിരുന്നു? ആരാണ് ഈ പറയുന്ന ആള്? അതുപോലെ അനിൽ ആന്റണിക്കും ശോഭാ സുരേന്ദ്രനും എല്ലാം എതിരായി വളരെ ആസൂത്രിതമായി. കാരണം ആലപ്പുഴയിൽ ആരുടെ കാലാണ് ഇടറുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് അറിയാലോ, ആരാണ് അവിടെ മത്സരിക്കുന്നതെന്ന്. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എല്ലാ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് BJP അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട. ഇത്തരം ആരോപണങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വരുന്ന ഒരു ചർച്ചയും ജനങ്ങൾ മുഖവിലേക്ക് എടുക്കില്ല. ജനങ്ങൾ മോദി ഗ്യാരണ്ടിയിലാണ് വിശ്വാസം. ഇല്ലല്ല, ആ പ്രചരണം ശോഭാ സുരേന്ദ്രൻ അല്ല നടത്തിയത്. ആ പ്രചരണം അനാവശ്യമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അതൊന്നും ഇവിടെ ആരും അംഗീകരിക്കില്ല. BJP അതിനെ ഗൗരവമായിട്ട് കാണുന്നേയില്ല. കേരളത്തിലെ BJP മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളേക്ക് ചാക്കിട്ട് പിടിക്കാൻ പൈസ കൊടുക്കുക, അങ്ങനെ ഒരു പ്രതീതി ഈ ഒരു ആരോപണത്തോടു കൂടി എവിടെയാണെന്ന് ഞാൻ ചോദിക്കട്ടെ. ആയിരക്കണക്കിന് ആളുകൾ BJPയിൽ ചേരുന്നുണ്ട്, ഈ രാജ്യം മുഴുവൻ. കേരളത്തിലും എത്രയോ പേര് ചേർന്നു, ഒരു ചാക്കിട്ട് പിടുത്തവും. പക്ഷെ അങ്ങനെ ഒരു ഇടപാട് ദലാലിനെ പോലെ ആളെ വെച്ച് പാർട്ടിയിലേക്ക് ആളെ എടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഐ ടോൾഡ് ദാറ്റ്. ഇല്ല, നിങ്ങളെ ഉദ്ദേശം അസലായിട്ട് എനിക്ക് അറിയാം പ്രശാന്ത്. നിങ്ങൾ ഈ പണി തുടങ്ങിയിട്ട്, നിങ്ങൾ മാധ്യമങ്ങൾ ഈ പണി തുടങ്ങിയിട്ട് എപ്പോഴെല്ലാം BJPക്ക് ഒരു എന്തായാലും തെരഞ്ഞെടുപ്പ് വിജയ സാധ്യത വരുമ്പോൾ നിങ്ങൾക്ക് സഹിക്കുന്നില്ല. നിങ്ങൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? നിങ്ങൾ UDFന്റെ താല്പര്യമാണോ LDFന്റെ താല്പര്യമാണോ? അതുകൊണ്ട് അതിവിടെ വേണ്ട. നിങ്ങളെ ഉദ്ദേശം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. വേറെ ഞാൻ പറഞ്ഞല്ലോ, ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഈ മാധ്യമങ്ങളുടെ ഉദ്ദേശവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ ഉദ്ദേശവും പകൽ പോലെ Why we call press conference today? Because we are hearing from channels what has not happened. So instead of you imagining what is happening inside, we are coming and telling what happened inside. That's the only purpose of the press conference, nothing else. Because all channels, many channels, I will not say all channels, many channels were definitive
about what is happening, whom I scolded or something like that. I was laughing. Thank you. ഇതിപ്പോ കൃഷ്ണദാസുള്ള നേതാക്കളൊന്നും അങ്ങനെ പറഞ്ഞോ? കൃഷ്ണദാസ് നിങ്ങളോട് പറഞ്ഞോ ബഹിഷ്കരിച്ചാണെന്ന്? അല്ല, നിങ്ങൾ ഈ പറഞ്ഞ ബഹിഷ്കരിച്ചു എന്ന് കൃഷ്ണദാസോ MT രമേശോ രാധാകൃഷ്ണനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന ജോലിയാ. ഈ അനാവശ്യ വാർത്തകൾ നിങ്ങൾ കൊടുക്കരുത്. അവരാരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? നിങ്ങളുടെ ഓഫ് റെക്കോർഡെങ്കിലും പറഞ്ഞോ? എന്തിനാണ് നിങ്ങൾ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്? എന്തുകൊണ്ട് വരുന്ന എല്ലാ മീറ്റിങ്ങിനും ആള് വരുമോ? നിങ്ങൾ ഈ പച്ചക്കള്ളം ഉണ്ടല്ലോ മാധ്യമങ്ങളുടെ. അല്ല, In any meeting of 100, even your newspaper or channel conducts everyday meeting, 1 or 2 remain absent. So what is different? Any party meeting, anything, somebody has some urgent work. It is not only 3. There may be 10, 15 people who could not come. what is the And logic? they After have election no- they are and after boycotting. they have taken president's permission. അതല്ലെന്ന്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരാൾ ബോയ്ക്കോട്ട് ചെയ്യുന്ന വാർത്ത കൊടുക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എന്താണ് പർപ്പസ്? വാട്ട് ഈസ് ദ ലോജിക്? ഒരാൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബോയ്ക്കോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്ത്? BJPക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? BJP അതുകൊണ്ട് എന്ത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിന്റെ All were campaigning. You have seen ഇത് കഴിഞ്ഞിട്ട് boycott ചെയ്യും. 24/7. All were campaigning. Now, anyhow, those who want to publish something negative about, that is the press freedom you have. But we fought for the press freedom, for the true press freedom. During emergency, we were imprisoned for 16 months because of fighting for press freedom. And that press freedom was responsible press freedom. സുരേന്ദ്രയുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ വർഗീയമായ ഒരു ധ്രുവീകരണം നടത്താൻ പ്രസ്താവന ഈ വടകര പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ LDF UDF ശ്രമിച്ചത്. അത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും ആ വർഗീയമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ UDF LDF സ്വീകരിച്ചത്. അത് കേരളത്തെ ഏതെങ്കിലും തരത്തിൽ കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമമാണോ നടത്തുന്നത്? വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞു, ഈ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, ദീനിന്റെ കാൻഡിഡേറ്റ് രാത്രികാലങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ്. ബോലോ തക്ബീർ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി, മറ്റേ സ്ഥാനാർത്ഥി കാഫിർ ആണെന്ന് ഒരു സ്ഥാനാർത്ഥി പറയുന്നു, LDF സ്ഥാനാർത്ഥി പറയുന്നു UDF സ്ഥാനാർത്ഥി കാഫിറാണ്. ബോലോ തക്ബീർ വിളിച്ചാണ് അർദ്ധരാത്രിയിൽ ആളുകൾ ഒരു സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. പച്ചയായ വർഗീയ ധ്രുവീകരണമാണ് വടകരയിൽ നടന്നത്. വടകരയിൽ മാത്രമല്ല, പല മണ്ഡലങ്ങളിലും അവരത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കാണുന്നേയില്ല, അതൊന്നും ചർച്ചയാക്കുന്നേയില്ല. നമ്മളെ നാടിന്റെ സ്വൈരജീവിതം തകർക്കുന്ന ശക്തികളെ രണ്ടു കൂട്ടരും കൂട്ടുപിടിച്ചു. SDPIയുമായി പരസ്യമായ സഖ്യമുണ്ടാക്കി. നിങ്ങളത് വലിയ വിവാദമാക്കിയതേയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി കേരളത്തിൽ ഒരു കക്ഷിയുമായിട്ട് ചേർന്നു. നിങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ ഇതുവരെ ചെറിയ 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 കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ നാടിന്റെ ഭാവിയെ, സുരക്ഷിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അത് നിങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ കൺസേൺ വളരെ വ്യക്തമായിട്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ആരുടെ ചെലവിലാണ് പോയതെന്ന് അറിയണം. മുഖ്യമന്ത്രിയും കുടുംബവും ആരുടെ ചെലവിലാണ് വിദേശത്ത് പോയത്? 16 days. എന്താണ് ഉദ്ദേശം? എന്ത് കാര്യത്തിനാണ് മുഖ്യമന്ത്രി വിദേശത്ത് പോയത്? എന്താ ഉദ്ദേശം? ആരാണ് അവിടെ കൊണ്ടുപോകുന്നത്? എന്തിനാ പോകുന്നത്? പാർട്ടിക്ക് അറിയോ? ഇന്നേ വരെ നാം കേട്ടിട്ടില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിദേശത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ എവിടെയാണ് പോകുന്നത്, ആരെയൊക്കെയാണ് കാണുന്നത്, ആരൊക്കെയാണ് അവരുടെ കൂടെയുള്ളത്, എന്താണ് ഉദ്ദേശം, ഇതൊന്നും വ്യക്തമായ സീതാറാം യെച്ചൂരിക്ക് അറിയോ? ഗോവിന്ദൻ അറിയോ? ഏറ്റവും ചുരുങ്ങിയത് MV ഗോവിന്ദൻ അറിയോ? പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള മുഖ്യമന്ത്രി എങ്ങോട്ടാണ് പോയത്? എന്താണ് പരിപാടി? അപ്പൊ CPIM പാർട്ടിയെ പോലൊരു പാർട്ടി അവശേഷിക്കുന്ന ഏക സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, ഇവര് പിന്നെ ഈ ബൂർഷ പാർട്ടി എന്നൊക്കെ എന്തിനാണ് പറയുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവാത്തത്? കോൺഗ്രസിന്റെ ഊരയിലിരുന്ന് കുറെ സ്ഥലത്ത് മത്സരിക്കുന്നുണ്ടല്ലോ, അവിടെയെങ്കിലും ഒന്ന് പോകാമായിരുന്നില്ലേ? അതുകൊണ്ട് ഇത് ജനങ്ങളുടെ പണം എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ അത് ശരിയല്ല എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.